ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചെയ്യാൻ പോണത് ഒരു ക്യാപ്സ്യൂൾ ടൈപ്പ് കബോർഡാണ്. വാൾ കബോർഡ്. ഇവിടെ സ്ട്രിപ്പ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണിന്ന് സെറ്റ് ചെയ്തത്. ഇത് മൾട്ടിവുഡിലാണ് ചെയ്യുന്നത്. അതാണ് ഈസി. പ്ലൈവുഡിൽ അത്ര ഈസി ആയിട്ട് വരില്ല. മൾട്ടിവുഡ് ആയതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതേ കണ്ട, ഇതൊരു ഫുൾ പീസാണ്, ഫുൾ ലെങ്ത് പീസ്. ഇവിടെ നിന്നാണ് ജോയിൻ്റാണ്, ഈ ഒരു സി ജോയിൻ്റാണ്. അപ്പം നമ്മളിത് വളച്ച് കട്ട് ചെയ്യുന്നതാണിത്. ഇതേപോലുള്ള റിങ്ങുകളാണ് നമ്മൾ ഈ നിരക്കാക്കുന്നത്. ഈ റിങ്ങുകൾ നമ്മൾ ഇതുപോലെ ഓരോന്ന് വെച്ച് 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 ഈ ഒരു ഇതിലേക്ക് ആക്കാണ്. അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിനേക്കാളും വലിയ റിങ്ങിൻ്റെയാണിത്. ഇത് ഞാൻ മുമ്പ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇത് ചെറിയ റിങ്, ഇതിലും ചെറിയ റിങ്ങായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിങ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഷേപ്പിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ആ വീതിയാണ് നോക്കേണ്ടത്. അത് നമുക്ക് 25 സെൻറ്റിമീറ്ററൊക്കെയാണ് നമുക്ക് മാക്സിമം ഞാൻ നോക്കിയിട്ട് വളയ്ക്കാൻ പറ്റിയുള്ളൂ. സേഫായിട്ട് വളയ്ക്കാൻ പറ്റി. ഇതിൽ ചെറുതാകുമ്പോൾ റിസ്ക്കാണ്, പൊട്ടാനുള്ള സാധ്യതകളൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച്, ഞാനിപ്പോൾ ഇവിടെ നിന്നോട്ടുള്ള ഇത് അളവ് വെച്ചുകൊണ്ടത് 25 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കണം. ഇതിൻ്റെ എഡ്ജിൽ ഈ മൈക്ക് തന്നെ വെച്ച് ഒട്ടിക്കും നമ്മൾ. അപ്പോൾ ഞാൻ എൻ്റെ ഇതും കൂടി കാണിച്ചു തരാം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അതും കൂടി കാണിച്ചു തരാം. ഓക്കെ, മറ്റേ ഫ്ലക്സിൻ്റെ ജെല്ലി ടൈപ്പാണ് അത്. സമയത്ത് പൊട്ടിച്ചാൽ ഇതെങ്ങനെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഇതെങ്ങനെ ഫിനിഷ് ചെയ്ത് നമ്മൾ എഡ്ജ് ബാൻഡെല്ലാം ഒക്കെ വായിക്കുകയാണ്. വളച്ചൊട്ടിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് കഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത കബോർഡ് അടിക്കുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ.